വെൽക്കം ടു ജോളിസ് കുലീന. ഇന്ന് ഞാൻ പാൽ കപ്പയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു 1/2 കിലോളം ഉള്ള ഒരു കപ്പ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വെട്ടി ക്ലിയർ ആക്കാം. കപ്പയുടെ തൊലിയൊക്കെ വെട്ടി മാറ്റിയിട്ടുണ്ട്. ഇനി ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. കപ്പ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി അത് കഴുകി വേവിക്കാനുള്ള പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഒരു പകുതി വേവ് കഴിയുമ്പോഴത്തേക്കും നമുക്കിത് ഇറക്കേണ്ടതുണ്ട്. അപ്പോൾ വേവട്ടെ. കപ്പ ഏകദേശം വെന്തിട്ടുണ്ട്. മുഴുവനും വെന്ത് കിട്ടിയിട്ടില്ല. ഇനി കുറച്ചുകൂടെ വേവാനുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മളത് ഓഫ് ചെയ്തിട്ട് ഇതിൻ്റെ വെള്ളം ഊറ്റിയെടുക്കാം. നമുക്ക് കപ്പ ഊറ്റി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് രണ്ടാം തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിലേക്ക് ഒരു 5-6 ചെറിയ ഉള്ളിയും ഒരു 4 വെള്ള കാന്താരിയും കൂടെ ചതച്ചിടേണ്ടതുണ്ട്. ചതച്ചെടുക്കാം. ഈ തേങ്ങാപ്പാലിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും വെള്ള കാന്താരിയും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ആവശ്യത്തിന് ഉപ്പും. ആവശ്യത്തിന് ഉപ്പും കൂടെ ഒഴിച്ചു. ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. കുറച്ചുകൂടെ വേവാനുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ 3/4 വേവിൽ കപ്പ ഊറ്റി മാറ്റിയത്. ഇനിയിപ്പോൾ തേങ്ങാപ്പാലിൽ വേണം ബാക്കിയുള്ള വേവ് വെന്ത് കിട്ടാനായിട്ട്. അപ്പോൾ വേവട്ടെ. അപ്പോൾ കപ്പ നന്നായിട്ട് വെന്തുടഞ്ഞിട്ടുണ്ട്. രണ്ടാം പാലിൽ ഉള്ളിയും വെള്ളക്കാന്താരിയൊക്കെ വെന്ത് ഇതിനോടൊപ്പം ചേർന്നിട്ടുണ്ട്. ഇനി ആദ്യത്തെ പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഫസ്റ്റ് പാൽ. കണ്ടോ? ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ ഓഫ് ചെയ്യാനുള്ളത്. നമ്മൾ ഓഫ് ചെയ്തു. അടുപ്പ് ഓഫ് ചെയ്തു. ഇനി താളിച്ചിടാനുണ്ട്. അടുത്ത താളിക്കാം. അപ്പോൾ ഈ താളിക്കാൻ വേണ്ടിയിട്ട് ചീനിച്ചട്ടിയിലോട്ട് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുകയാണ്. കടുക് പൊട്ടി ഇതിലേക്ക് കുറച്ച് കൊച്ചുള്ളി, ചെറിയ ഉള്ളി, രണ്ട് ഉണക്കമുളക്, കുറച്ച് കറിവേപ്പില, അപ്പോൾ താളിപ്പ് മൂത്തിട്ടുണ്ട്. അടുപ്പിൽ നിന്ന് മാറ്റാം. അതിലേക്ക് താളിച്ച് വെച്ചിരിക്കുന്ന
ഈ താളിപ്പിട്ട് കൊടുക്കാം. അങ്ങനെ പാൽക്കപ്പ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. ഓക്കേ.